ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇച്ചിരി ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് മൂവിങ് ട്രിക്സ് അല്ലെങ്കിൽ മൂവിങ് ഹാക്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞങ്ങളുടെ മൂവിങ്ങിൽ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് കാർഡ്ബോർഡ് ബോക്സസ് വേണം. ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സസ് ഫ്രീ ആയിട്ട് ഏതെങ്കിലും സ്റ്റോഴ്സിൽ പോയി കഴിഞ്ഞാൽ തരും. ഗ്രോസറി സ്റ്റോഴ്സിലോ ഏത് സ്റ്റോഴ്സിൽ പോയാലും നമുക്ക് ഫ്രീ ആയിട്ട് കാർഡ്ബോർഡ് ബോക്സസ് ഇതുപോലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് ഇവിടെ മേടിക്കാനും കിട്ടും. സോ ആദ്യമായിട്ട് കാർഡ്ബോർഡ് ബോക്സസ് ആണ് വേണ്ടത്. ഒരു മിനിമം 10 എങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച്. എൻ്റെ കാർഡ്ബോർഡ് പേപ്പറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യാത്തതായിരുന്നു, കാർഡ്ബോർഡ് ബോക്സ് ആക്കാത്തതായിരുന്നു. ഞാനതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം അകലില്ലായിരുന്നപ്പോൾ ഒരു ദിവസം ഞാനന്ന് ചെയ്തതാണ്. ഈ ഒരു റൂമിലെ സാധനങ്ങൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. ഇത് ഡാഡിയുടെ കുറച്ച് ഡ്രസ്സുകളാണ്. നമ്മുടെ ഡാഡിയുടെ ഓൾറെഡി ഉണ്ടായിരുന്നത്, അഖിലിൻ്റെ ഡാഡിയുടെ. സോ അഖിലിൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തു. അപ്പം ഓരോന്നിലും പേരെഴുതുകയാണ് കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഓരോ ബോക്സിലും കറക്റ്റായിട്ട് പേരുകൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് തപ്പലായിരിക്കും. സോ ഞാൻ പേരെല്ലാത്തിനും എഴുതുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നല്ല ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ പെട്ടിക്കകത്ത് തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അല്ലാത്തൊക്കെ ഉള്ള സാധാ ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ കാർഡ്ബോർഡ് ബോക്സിലാക്കുന്നത്. മാക്സിമം എൻ്റെ പെട്ടിയിൽ കൊള്ളുന്നതൊക്കെ കൊണ്ടിട്ടാണ്, ബാക്കിയുള്ളതാണ് ഞാൻ കാർഡ്ബോർഡ് ബോക്സിൽ കയറ്റുന്നത്. അടുത്ത എൻ്റെ ഒരു സൂത്രപ്പണി എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ട്രാഷ് ബാഗാണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഫ്രഷായിട്ട് പുതുതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ട് നേരെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഈ ഒരു ട്രാഷ് ബാഗിൻ്റെ അകത്ത് അങ്ങനെ അങ്ങ് കയറ്റാൻ പോകണം കേട്ടോ. ഇതിനി അടുത്തത് അവിടെ ചെന്ന് നേരെ അങ്ങ് തൂക്കിയാൽ മതിയല്ലോ. സോ നമുക്ക് എളുപ്പപ്പണിയാണല്ലോ മുഖ്യം. അങ്ങനെ കളയേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ട്രാഷിലേക്ക് കളഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിലോട്ട് കുറച്ച് ബാക്കിയുള്ള തുണിയും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അവിടെ നിന്ന് 2 മിനിറ്റ് ഡ്രൈവായിരുന്നു നമ്മുടെ പുതിയ വീട്ടിലേക്ക്. ഇവിടെ വന്നതും ആദ്യമേ ഞാൻ പോയത് എൻ്റെ ഡ്രസ്സിങ് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഏറ്റവും ആദ്യം പണി കഴിഞ്ഞ ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് അടുക്കുന്ന പരിപാടി. പിന്നെ ട്രാഷ് ക്യാൻ അഴിക്കുമ്പോൾ സൂക്ഷിക്കണം, അതിൻ്റെ വള്ളി ഒന്ന് വിട്ടു പോകാതിരിക്കുകയാണെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രാഷ് എടുക്കാനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ വളരെ കെയർഫുള്ളായിട്ടാണ് ഞാനത് ഓരോന്നും അഴിച്ചെടുത്തത്. എൻ്റെ ഡ്രസ്സിങ് റൂം കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ.